അസ്സലാമു അലൈക്കും. ഇന്ന് നമുക്ക് സൂറത്തുൽ ബഖറയിലെ 37-ാമത്തെ ആയത്തൊന്ന് പരിചയപ്പെടാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഫതലഖാ ആദമു മിർ റബ്ബിഹി കലിമാത്തിൻ ഫതാബ അലൈഹി ഇന്നഹു ഹുവത് തവ്വാബുർ റഹീം. അനന്തരം ആദം തൻ്റെ രക്ഷിതാവിങ്കൽ നിന്ന് ചില വചനങ്ങൾ സ്വീകരിച്ചു. ആ വചനങ്ങൾ മുഖേന പശ്ചാത്തപിച്ച ആദമിന് അള്ളാഹു പാപമോചനം നൽകി. അവൻ പശ്ചാത്താപം ഏറെ സ്വീകരിക്കുന്നവനും കരുണാനിധിയുമത്രേ. ഇനി ഈ ആയത്തിൻ്റെ ആശയത്തിലേക്ക് കടക്കാം. തൻ്റെ പക്കൽ വന്നുപോയ തെറ്റിനെക്കുറിച്ച്, അതായത് ആദം നബി അലൈഹി സ്വലാം ചെയ്ത തെറ്റിനെക്കുറിച്ച് അദ്ദേഹം ഏറെ ഖേദിച്ചു. പശ്ചാത്തപിച്ചു മടങ്ങേണ്ടുന്ന വിധവും അതിനുള്ള വാക്കുകളും അള്ളാഹുവിങ്കൽ നിന്ന് തന്നെ അദ്ദേഹത്തിന് ലഭിക്കുകയും ചെയ്തു. മനുഷ്യ ചരിത്രത്തിലെ ഒന്നാമത്തെ തെറ്റും ഒന്നാമത്തെ പശ്ചാത്താപവുമാണ് ആദം നബി അലൈഹി സ്വലാമയുടേത്. അങ്ങനെ ആ വാക്കുകൾ മുഖേന അദ്ദേഹം പാപമോചനം തേടുകയും അള്ളാഹു അത് സ്വീകരിച്ചു പുറത്തു കൊടുക്കുകയും ചെയ്തു. ഇനി സൂറത്തുൽ അഹ്റാഫിലെ 23-ാമത്തെ വചനത്തിൽ നമുക്കിങ്ങനെ പറയുന്നത് കാണാം. ആദം നബി അലൈഹി സ്വലാമും ഹവ്വാ ബീവിയും ആ വിലക്കപ്പെട്ട വൃക്ഷത്തിൽ നിന്നും ഭക്ഷിച്ച സംഭവം വിവരിച്ചുകൊണ്ട് അതിൽ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു. ഖാല റബ്ബന ലലംന അംഫുസന ഫ ഇല്ലം തഗ്ഫിർ ലന വ തർഹംന ലനകൂനന്ന മിനൽ ഹാസിരീൻ. അതായത് ഇത് സൂറത്തുൽ അഹ്റാഫിലെ 23-ാമത്തെ ആയത്തിലാണ്. അവർ രണ്ടുപേരും പറഞ്ഞു, ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങളോട് തന്നെ അക്രമം പ്രവർത്തിച്ചിരിക്കുന്നു. നീ ഞങ്ങൾക്ക് പുറത്തു തരികയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യാത്ത പക്ഷം നിശ്ചയമായും ഞങ്ങൾ നഷ്ടക്കാരിൽപ്പെട്ടവരായിത്തീരുന്നു. ഇതാണ് ആദം നബി അലൈഹി സ്വലാമയ്ക്ക് അള്ളാഹുവിൽ നിന്ന് പഠിച്ച ആ വാക്കുകൾ. താബ എന്നാൽ മടങ്ങി എന്നാണ് അർത്ഥം. താബ ഇലല്ലാ, അവൻ അള്ളാഹുവിലേക്ക് മടങ്ങി. അതായത് അള്ളാഹുവിങ്കലേക്ക് മടങ്ങി എന്ന് പറയുമ്പോൾ ചെയ്തു പോയ തെറ്റിനെപ്പറ്റി ആദം നബി അലൈഹി സ്വലാം ഖേദിക്കുകയും പശ്ചാത്തപിച്ചു മടങ്ങുകയും ചെയ്തു എന്നാണ് ഇവിടെ ഉദ്ദേശം. അപ്പോൾ ചെയ്ത തെറ്റിനെ കുറിച്ച് ആദം നബിക്ക് ഏറെ ദുഃഖവും സങ്കടവും ഉണ്ടായിരുന്നു. പക്ഷേ അള്ളാഹു സുബ്ഹാനഹു വ തആല തന്നെ അതിനൊരു പ്രതിവിധിയായി ആ ദുആ പഠിപ്പിച്ചു കൊടുക്കുകയും ആ പ്രാർത്ഥന മുഖേന അദ്ദേഹത്തിന് അള്ളാഹു സുബ്ഹാനഹു വ തആല പുറത്തു കൊടുക്കുകയും ചെയ്തു. അപ്പോൾ ഇത്രയും കാര്യമാണ് ഈ ആയത്തിലൂടെ നമുക്ക് മനസ്സിലാക്കുവാനുള്ളത്. നമുക്കെല്ലാവർക്കും അള്ളാഹു ഖുർആൻ പഠിക്കാനുമുള്ള തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. വ ആഹിർ ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.